പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. जय मसीह की प्रार्थना के साथ हम इस अध्ययन का आरंभ करेंगे. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. मेरे पिता मेरे प्रभु, हम आपके हाथों में अपने आप को समर्पित करते हैं. അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങളോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തരണേ. आपके वचन को सीखने में पवित्र आत्मा खुदा आपका सानिध्य हम मांगते हैं. സംസാരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. बात करने के लिए आपकी कृपा हम मांगते हैं. ഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ജനത്തിന് തരണേ. समझने के लिए वो कृपा आप अपने जन को दीजिएगा. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഇത് ഫലം കായ്പാൻ ഇടയാക്കണമേ. जिस प्रकार अच्छी जमीन पर जो बीज बोए गए थे उस प्रकार अच्छे फल देने के लिए उनको समर्पित करते हैं पिता. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. प्रभु यीशु मसीह के नाम से ही ആമേൻ. आमीन. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും അവയുടെ ഉപയോഗവും എന്ന ആശയത്തിലേക്ക് ഇന്ന് രാവിലെ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. आज जो हमारा बाइबल अध्ययन का विषय है वो पवित्र आत्मा और उनके वरदान और किस प्रकार उनको उपयोग में लाएंगे, इसके लिए मैं अपने आप को समर्पित करता हूँ. പഴയ നിയമത്തിലെ സഭ മോശയുടെ കയ്യിൽ കൽപ്പന കൊടുക്കുന്നത് മുതൽ അനേക ആചാരങ്ങൾ അനുഷ്ഠിച്ചു വന്നു. पुराने नियम में मूसा के हाथ में जब पिता यहोवा जब आज्ञाएं देते हैं तब से हम कई नियमों को वहाँ पाते हैं. അതിന്റെ അവസാനമായി യോഹന്നാൻ സ്നാപകൻ വന്നു. और उसके आखिर में യോഹന്നാൻ बपतिस्मा देने वाला आया. ന്യായപ്രമാണം യോഹന്നാൻ വരെ എന്ന് യേശു തന്നെ പ്രഖ്യാപിച്ചു. और व्यवस्था യോഹന്നാൻ बपतिस्मा तक करके प्रभु यीशु मसीह ने कहा. തുടർന്ന് പുതിയ നിയമത്തിലേക്ക് യേശു പ്രവേശിച്ചു. और उसके बाद नए नियम में प्रभु यीशु मसीह का आगमन हुआ. പഴയ നിയമത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ തുടരുവാൻ യേശു കൽപ്പിച്ചു. और पुराने नियम से ऐसे अनेक सारी चीजों को जारी रखने की प्रभु यीशु मसीह ने ठानी. എന്നാൽ ചുരുക്കം ചിലതിനെ മാറ്റി അതിന് പകരം പുതിയ ചിലതിനെ നൽകി. लेकिन पुराने नियम से किन्हीं चीजों को हटाकर नई चीजों को प्रभु यीशु मसीह ने दिया. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ നിന്ന് വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയെ യേശു ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്. उदाहरण के लिए प्रभु यीशु मसीह ने व्यभिचार ना करने की जो आज्ञा है उसको और सही रीति में बताते हुए कहा है. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഒരു സ്ത്രീയെ അനാവശ്യമായി നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തിരിക്കുക. प्रभु यीशु मसीह ने मत्ती रचित सुसमाचार में इस प्रकार कहा है कि अगर कोई व्यक्ति एक गलत उद्देश्य अगर स्त्री को देख भी ले तो वो व्यभिचार अपने मन में कर चुका है. പഴയ നിയമത്തിൽ മോശ മുഖേന പറഞ്ഞു, കുലപാതകം ചെയ്യരുത്. पुराने नियम में मूसा के द्वारा पिता यहोवा ने कहा कि किसी को मत मार डालना. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു വിശദീകരിച്ചു, കൊലപാതകം ചെയ്യരുത്. മാത്രമല്ല സഹോദരനോട് മുഷിഞ്ഞ് സംസാരിക്കരുത്, അത് കൊലപാതകത്തിന് തുല്യമാകും. लेकिन यह प्रभु यीशु मसीह नए नियम में उसी आज्ञा को इस प्रकार कहते हैं कि अगर कोई व्यक्ति अपने भाई को बुरे शब्दों का भी प्रयोग करे तो वो मार डालने के खिलाफ है. ഇങ്ങനെ 10 കൽപ്പനകളിൽ ചിലതിനെ മാത്രം ദൈവം എടുത്തു മാറ്റി. तो इस प्रकार 10 आज्ञाओं में से किन्हीं चीजों को प्रभु यीशु मसीह ने हटाया. ബാക്കിയുള്ളതിനെ അതിഗൗരവമായി ഉറപ്പിച്ചു. और बाकी सारी चीजों को और रूप से दृढ़ किया. പരിച്ഛേദനയുടെ പ്രമാണത്തെ പുതിയ നിയമത്തിൽ നിന്ന് മാറ്റി. खतना का जो पुराने नियम का जो नियम है उसको जो है नए नियम में मिटा दिया. മൃഗബലി പുതിയ നിയമത്തിൽ നിന്ന് മാറ്റി. जो मृग का बलि दिया याग दिया जाता है उसको नए नियम में मिटा दिया. ശബത്ത് ആചരണം പുതിയ നിയമത്തിൽ നിന്ന് മാറ്റി. शबत का जो आराधना है उसको जो है निकाल दिया. ബാക്കി ഒന്നും മാറ്റിയതായി കാണുന്നില്ല. और बाकी सारी चीजों को निकालते हुए नहीं पाते. എന്നാൽ പുതുതായി അനേക കാര്യങ്ങൾ ചേർത്തു. लेकिन अनेक नई चीजों को जोड़ते हुए हम पाते हैं. നിങ്ങൾ പോകുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവീൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവീൻ. जैसे तुम अगर जाओ तो दुरात्माओं को निकालो, अशुद्ध आत्माओं को निकालो. ദൈവരാജ്യം സമീപിച്ചുവെന്ന് ഘോഷിപ്പീൻ. परमेश्वर का राज्य नजदीक है उसकी घोषणा करो. രോഗികളെ സൗഖ്യമാക്കുവീൻ. रोगियों को चंगा करो. എന്നിങ്ങനെ ചില പുതിയ നിയമ ഉപദേശങ്ങൾ, അതായത് കൃപാവരങ്ങളുടെ യേശു ചേർത്തു. इस प्रकार नए नियम के उपदेश यानी पवित्र आत्मा के वरदानों को प्रभु यीशु मसीह ने जोड़ दिया. ഇവിടെ ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായി യോഹന്നാനെ നമുക്ക് കാണാം. यहाँ पे पुराने नियम का जो आखिरी कड़ी है യോഹന്നാൻ बपतिस्मा देने वाले को पाते हैं. പ്രവാചകന്മാർ ന്യായപ്രമാണവും യോഹന്നാൻ വരെ എന്ന് യേശു പറയുന്നുണ്ട്. प्रभु यीशु मसीह कहते हैं कि भविष्यवक्ताओं की जो कड़ी थी वो യോഹന്നാൻ बपतिस्मा देने वाले तक है. നമുക്ക് യോഹന്നാന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. आइए हम യോഹന്നാൻ के बपतिस्मा देने वाले के चरित्र की तरफ ध्यान दें. യോഹന്നാൻ ഒരു പുരോഹിത കുടുംബത്തിൽ ഒരു പുരോഹിതന്റെ മകനായി ജനിച്ചു. हम जानते हैं कि യോഹന്നാൻ बपतिस्मा देने वाले का जन्म एक पुरोहित यानी एक याजक के घर में हुआ. പുരോഹിത വസ്ത്രം അദ്ദേഹം ഉപേക്ഷിച്ചു. और उसने जो है पुरोहित यानी याजक का वस्त्र को उसको नहीं पहना. തന്റെ പിതാവായിരുന്ന സഖരിയ പുരോഹിതൻ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റിവെച്ചു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും തന്റെ യോഹന്നാൻ എടുത്തു ധരിച്ചു.
और हम जानते हैं कि जो यूहन्ना बपतिस्मा देने वाला है उसने अपने पिता यानी पुरोहित का वस्त्र को त्याग कर अपने लिए वो जो ऊंट के चमड़े के बने हुए वस्त्र को पहने रखता था। യോഹന്നാന്റെ പിതാവായിരുന്ന സഖരിയ പുരോഹിതൻ ദേവാലയത്തിലെ വിശുദ്ധ കാഴ്ചയപ്പം കൊണ്ട് ഉപജീവനം കഴിച്ചു. और हम जानते हैं कि यूहन्ना बपतिस्मा देने वाले के पिता जकरिया जो है आलय में अर्पित की गई वस्तुओं को अपने दैनिक जीवन के भोजन में प्रयोग करते थे। യോഹന്നാൻ വെട്ടിക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവനം കഴിച്ചു. लेकिन यूहन्ना बपतिस्मा देने वाला टिड्डी और शहद का वो खा के अपना जीवन आगे बढ़ाते थे। സഖരിയ പുരോഹിതൻ ദേവാലയത്തിൽ യാഗപീഠത്തിന്റെ മേൽ ശുശ്രൂഷ ചെയ്തു. और यूहन्ना बपतिस्मा देने के पिता जकरिया जो है याग की गई वस्तुओं को अर्पित करके अपनी सेवकाई करते थे। യോഹന്നാൻ മരുഭൂമിയിൽ വന്ന യോർദാനിൽ സ്നാനം കഴിപ്പിച്ചു. लेकिन यूहन्ना बपतिस्मा देने वाला यरदन की नदी में मन फिराव का बपतिस्मा देता था। ഇങ്ങനെ പിതാവിന്റെ ശുശ്രൂഷയിൽ നിന്ന് യോഹന്നാൻ മാറി. इस प्रकार पिता की सेवकाई से भिन्न होकर यूहन्ना बपतिस्मा देने वाला अपनी യോഹന്നാനോട് सेवकाई करता था। നമുക്ക് യോഹന്നാനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത്? आइए हम यूहन्ना बपतिस्मा देने वाले से पूछे कि आपको इस प्रकार की भिन्न सेवकाई करने की क्या प्रेरित मिली? യോഹന്നാൻ പറയും, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന് വഴിയൊരുക്കേണ്ടതിനാണ് ഞാൻ വന്നത്. यूहन्ना कहेगा कि मेरे बाद आने वाला एक व्यक्ति है जिसके लिए मैं मार्ग तैयार कर रहा हूँ। ആ പഴയ മാർഗത്തിൽ നിന്ന് ഒരു പുതിയ മാർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് उस पुराने मार्ग को छोड़कर एक नए मार्ग में प्रवेश करने के लिए ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ യേശുവിന്റെ വഴി ഒരുക്കേണ്ടതിന് വന്നതാണ്. मैं यहाँ आया हूँ प्रभु यीशु मसीह के लिए मार्ग तैयार करने को। എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. मेरे पीछे एक व्यक्ति आएगा। അത് യേശുവിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ്. वो प्रभु यीशु मसीह के बारे में कहने वाली एक प्रस्तावना है। അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം वो കഴിപ്പിക്കും. तुम्हें पवित्र आत्मा और आग का अभिषेक करेगा। ഞാൻ നിങ്ങളെ കേവലം വെള്ളം കൊണ്ടാണ് സ്നാനം मैं കഴിപ്പിക്കുന്നത്. तुम्हारा बपतिस्मा पानी से देता हूँ। പക്ഷേ യേശു നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. लेकिन प्रभु यीशु मसीह जो आएगा मेरे बाद वो तुम्हें आग और पवित्र आत्मा का बपतिस्मा देगा। മാത്രമല്ല വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. और उसके हाथ में एक फरसा है जिससे वो दंड भी देगा। തന്റെ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ ചിത്രീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ ന്യായം വിധിക്കുന്നവനും കൂടെയാണ്. और वो जो है प्रभु यीशु मसीह के दोबारा आगमन के बारे में घोषणा कराते हैं कि उसके हाथ में जो है राजदंड है जिससे वो दंड देगा। മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. मत्ती रचित सुसमाचार उसके पहले अध्याय में ही यूहन्ना बपतिस्मा देने वाले प्रभु यीशु मसीह के बारे में उसका परिचय देते हैं। നേരെ മറിച്ച് യേശു യോഹന്നാനെ പരിചയപ്പെടുത്തുന്നത് നമുക്കൊന്ന് നോക്കാം. लेकिन प्रभु यीशु मसीह किस प्रकार यूहन्ना का परिचय देते हैं? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. उसके मत्ती रचित सुसमाचार उसके 11वें अध्याय का 11वां वचन इस प्रकार कहता है। യേശു യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. प्रभु यीशु मसीह यूहन्ना बपतिस्मा देने वाले के बारे में कहते हैं, जो स्त्रियों में जन्मे हैं उनमें से यूहन्ना बपतिस्मा देने वाले से कोई बड़ा नहीं हुआ। പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. पर जो स्वर्ग के राज्य में छोटे से छोटा है वह उससे बड़ा है। സ്ത്രീകളിൽ നിന്ന് ജനിച്ചവന് മാർക്ക് ഇടാമെങ്കിൽ ഏറ്റവും കൂടിയാൽ 50 മാർക്കാണ്. അത് യോഹന്നാന് കിട്ടി. स्त्रियों से अगर जन्मे का अगर किसी को अगर अंक से अगर हम देखेंगे तो सबसे ज्यादा उत्तम अंक 50 अगर है तो वो यूहन्ना को मिला है। അത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. मैं एक उदाहरण के रूप में उसको लिया। നേരെ മറിച്ച് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവന് 80 മാർക്ക് വേണം. और स्वर्ग राज्य में जो सबसे छोटा है मान लीजिए उसको 80 मार्क चाहिए। അങ്ങനെയാണെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏത് വലിയ മനുഷ്യനെക്കാളും സ്വർഗരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? तो लेकिन स्वर्ग राज्य में अगर किसी को आना है तो वो स्त्रियों से जन्मे हुए में क्या प्रत्येक चीजें हैं? ഇവിടെ സ്വർഗരാജ്യമെന്നോ ദൈവരാജ്യമെന്നോ ഒക്കെ ഉദ്ദേശിക്കുന്നത് ദൈവസഭയെ കുറിക്കുന്ന ഒരു പ്രസ്താവനയാണ്. यहाँ पे जो स्वर्ग राज्य है वो परमेश्वर के राज्य के बारे में बताया जा रहा है। മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നത് യേശുവിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഉണ്ടായിരുന്നു. प्रभु यीशु मसीह की सेवकाई में अद्भुत कार्य और वीर कार्यों को हम जो है मत्ती रचित सुसमाचार में पाते हैं। യോഹന്നാന്റെ ശുശ്രൂഷയിൽ അതില്ലായിരുന്നു. यूहन्ना बपतिस्मा देने वाले की सेवकाई में उसको हम नहीं पाते हैं। യോഹന്നാന്റെ ശുശ്രൂഷയിൽ മാനസാന്തരവും സ്നാനവും വരെ കൊണ്ട് നിന്നു. यूहन्ना का बपतिस्मा देने वाले का जो सेवकाई है वो जो है मन फिराव के बपतिस्मा तक ठहर गया। തൻ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, उसने पवित्र जीवन के बारे में बताया, മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു, मन फिराव के बारे में बताया, തന്നെ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു, बपतिस्मा के बारे में प्रचार किया। പക്ഷേ യാതൊരു അത്ഭുതവും വീര്യപ്രവൃത്തിയും അദ്ദേഹത്തിന്റെ കൈകൊണ്ട് നടന്നിട്ടില്ല. लेकिन कोई भी बड़े काम और अचंभे कामों को उसने नहीं किया। യേശു പറഞ്ഞു, യോഹന്നാനേക്കാൾ വലിയവൻ ആരും സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടില്ല. लेकिन प्रभु यीशु मसीह यूहन्ना के बारे में कहते हैं कि स्त्रियों में सब जन्मे यूहन्ना बपतिस्मा देने वाले जैसा कोई नहीं है। പക്ഷേ യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് അശുദ്ധാത്മാക്കളെ പുറത്താക്കിക്കൊണ്ടാണ്. लेकिन प्रभु यीशु मसीह की सेवकाई का आरंभ अशुद्ध आत्माओं को निकालने के द्वारा हुआ। അത് ദൈവരാജ്യത്തിന്റെ ലക്ഷണമാണ്. वो स्वर्ग के राज्य का पहला एक लक्षण है। പഴയ നിയമത്തിൽ പ്രവാചകന്മാർ
അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ആഹാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. पुराने नियम में भी भविष्यवक्ताओं ने खाने को, भोजन को जो है बढ़ाया है. അത് യേശുവും ചെയ്തു, ശിഷ്യന്മാരും ചെയ്തു. वो प्रभु यीशु मसीह ने भी कहा, चेलों ने भी किया. പക്ഷെ പഴയ നിയമ ശിഷ്യന്മാരും അത് ചെയ്തിട്ടുണ്ട്. और पुराने नियम के भी भक्तों ने उसको भी किया. യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. प्रभु यीशु मसीह ने मुर्दों को जिलाया. അത് പഴയ നിയമ പ്രവാചകന്മാരും ഉയർപ്പിച്ചിട്ടുണ്ട്. पुराने नियम के धर्मियों ने भी उसको किया. യേശുവിന്റെ കൈകൊണ്ട് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടന്നിട്ടുണ്ട്. प्रभु यीशु मसीह के द्वारा जो है अनेक वीर और अचंभित कार्य हुए हैं. അത് പഴയ നിയമ പ്രവാചകന്മാരെ കൊണ്ട് നടന്നിട്ടുണ്ട്. वो पुराने नियम के भविष्यवक्ताओं के द्वारा भी हुआ है. എന്നാൽ പഴയ നിയമത്തിൽ നടക്കാത്ത ഒന്ന് യേശുവിന്റെ കൈകൊണ്ട് നടന്നു. लेकिन जो भविष्यवक्ताओं के द्वारा पुराने नियम में हम नहीं पाते हैं, वो प्रभु यीशु मसीह के द्वारा एक चीज हम അത് पाते हैं. അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയായിരുന്നു. वो अशुद्ध आत्माओं को निकालना है. യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കി. प्रभु यीशु मसीह अशुद्ध आत्माओं को निकाले. യേശു യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, ദൈവരാജ്യ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിലെ ഏറ്റവും വലിയവൻ യോഹന്നാൻ തന്നെ. യോഹन्ना बपतिस्मा देने के वाले के बारे में प्रभु यीशु मसीह ने कहा है कि स्त्रियों में जन्मे वो योहन्ना बपतिस्मा देने वाले से बड़ा कोई नहीं. പക്ഷേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. लेकिन स्वर्ग के राज्य में जो छोटे से छोटा है वो उससे बड़ा है. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാനേക്കാൾ വലിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവന് കിട്ടിയത് 50 മാർക്കാണ്. मान लीजिए कि स्त्रियों से जन्मे हुए को अगर हम अंक देते हैं तो सबसे उत्तम अंक 50 जो है वो യോഹന്നാ बपतिस्मा देने वाले को मिला होगा. പക്ഷേ ദൈവരാജ്യത്തിലെ പ്രവേശനത്തിന്റെ മാർക്ക് വെച്ചിരിക്കുന്നത് 80. लेकिन स्वर्ग के राज्य में जो प्रवेश करने का जो अंक निर्धारित किया गया है, मान लीजिए वो 80 है. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ യോഹന്നാ रचित सुसमाचार उसके दूसरे अध्याय में अगर हम आएंगे, യേശു കാനാവിലെ കല്യാണ വിരുന്നിൽ അടയാളം കാണിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിച്ചു. प्रभु यीशु मसीह काना के जो शादी है वहां पे जो है अपने अद्भुत कार्य को करते हुए अपनी महिमा प्रकट की. യോഹന്നാൻ ഒരൊറ്റ അടയാളം പോലും കാണിച്ചിട്ടില്ല. യോഹന്നാ बपतिस्मा देने वाले ने कोई भी चिन्ह नहीं दिखाया. യേശു അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. प्रभु यीशु मसीह ने चिन्हों के दिखाते हुए अपनी सेवकाई का प्रारंभ किया. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ദേവാലയത്തിൽ വന്നു. लूका रचित सुसमाचार के 4थे अध्याय में हम पढ़ते हैं कि प्रभु यीशु मसीह देवालय में आए. 4:33 യേശുവിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ അശുദ്ധാത്മാക്കളെ ശാസിക്കുകയായിരുന്നു. और 4 के हम 32 में हम 31 और 32 में हम पाते हैं कि प्रभु यीशु मसीह दुष्ट आत्मा से ग्रसित लोग को कैसे चंगा करते हैं. യേശു തിരുവചനം വായിച്ചു. प्रभु यीशु मसीह ने पवित्र शास्त्र को पढ़ा വായിച്ചതിനെ കുറിച്ച് വിശദീകരിച്ചു. और जो उसने पढ़ा उसका व्याख्यान उसने दिया. പക്ഷേ അടയാളങ്ങളായി ആദ്യം ആരംഭിക്കുന്നത് ശുശ്രൂഷ എടുത്തു കാണിക്കുന്നത് ദുരാത്മാവിനെ ശാസിക്കുന്നതില്ല. लेकिन अपनी सेवकाई को किस प्रकार उसने शुरू की, उसका चिन्ह दिखाते हुए उसने दुष्ट आत्मा को निकालने के द्वारा किया. യോഹന്നാൻ പറഞ്ഞു നിർത്തിയത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നാണ്. യോഹन्ना बपतिस्मा देने वाले ने स्वर्ग के राज्य के आगमन के बारे में कहकर अपनी सेवकाई का विराम दिया. ലൂക്കോസ് 4:33 യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കി. और लूका रचित सुसमाचार उसके 4 के 33 में प्रभु यीशु मसीह दुरात्मा से ग्रसित लोगों को दुरात्मा से निकाले. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം 12:28 യേശു പറഞ്ഞത്, लेकिन मत्ती रचित सुसमाचार के 12 के 28 में प्रभु यीशु मसीह कहते हैं, ഞാൻ ഭൂതങ്ങളെ ദുരാത്മാക്കളെ പുറത്താക്കുന്നുവെങ്കിൽ, ദൈവാത്മാവിനാൽ ദുരാത്മാക്കളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. अगर मैं पवित्र आत्मा के माध्यम से अगर दुरात्माओं को अगर निकालता हूं तो इसका अर्थ यह है कि परमेश्वर का राज्य निकट है. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. मैं एक और बार उसको बताऊंगा. യോഹന്നാൻ പ്രസംഗിച്ചു, സ്നാനപ്പെടുത്തി. യോഹന്നാ बपतिस्मा देने वाले ने प्रचार किया, बपतिस्मा दिया. തന്റെ ശുശ്രൂഷയിലും വസ്ത്രധാരണ രീതിയിലും ആഹാരത്തിലും തന്റെ പിതാവിനേക്കാൾ വ്യത്യസ്തനായി യേശുവിന്റെ വഴിയൊരുക്കി. अपने जीवन शैली में, अपने पहनावे में, अपने सेवकाई में वो अपने पिता से भिन्न था. എന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. और उसने कहा कि परमेश्वर का राज्य निकट है. യേശു വന്നു ഭൂതങ്ങളെ പുറത്താക്കി. और प्रभु यीशु मसीह आए और दुरात्माओं को निकाले. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. लेकिन प्रभु यीशु मसीह ने सबसे पहली बार जब अपनी सेवकाई का प्रारंभ किया तो दुरात्माओं को निकालकर इस प्रकार कहा कि परमेश्वर का राज्य तुम्हारे पास आ पहुंचा है. യോഹന്നാൻ പറഞ്ഞു, അടുത്തിരിക്കുന്നു. യോഹന്നാ ने कहा कि वो निकट है. ചില ദിവസങ്ങൾക്കകം യേശു രംഗപ്രവേശനം ചെയ്തേച്ച് പറഞ്ഞു, വന്നിരിക്കുന്നു. और कुछ दिनों के उपरांत जब प्रभु यीशु मसीह का आगमन हुआ तो उसने कहा कि वो पास आ चुका है. ദൈവരാജ്യത്തിന്റെ രാജാവായ യേശു ദൈവരാജ്യവുമായി ഭൂമിയിലെത്തി. परमेश्वर के राज्य का जो वारिस है, जो राजकुमार है, वो आ चुका है. ദൈവരാജ്യമെന്ന് യേശു ഉദ്ദേശിക്കുന്നത് എന്താണ്? परमेश्वर का राज्य जो प्रभु यीशु मसीह कहते हैं उसका अर्थ क्या है? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയാണ് ദൈവരാജ്യം എന്ന് യേശു അവിടെ വിളിക്കുന്നത്. पवित्र आत्माओं
की क्रियाओं को के बारे में प्रभु यीशु मसीह कहते हैं। ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ लूका रचित सुसमाचार उसके 4:38 में अगर हम पढ़ेंगे, യേശു പത്രോസിന്റെ വീട്ടിലേക്ക് വന്നു. प्रभु यीशु मसीह पतरस के घर में आते हैं പത്രോസിന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം പിടിച്ച് വല്ലാതെ വലഞ്ഞിരുന്നു. और पतरस की जो सास है वो बहुत ही ज्वर से पीड़ित थी യേശു അമ്മയെ സൗഖ്യമാക്കി. और प्रभु यीशु मसीह उस सास को जो है चंगा किए। ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ और लूका रचित सुसमाचार उसके 4:40 में अगर आते हैं, യേശുവിന്റെ സ്തുതി കേട്ട് നാനാവിധ രോഗങ്ങൾ ബാധിച്ചവർ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവരെ സൗഖ്യമാക്കി. और जब प्रभु यीशु मसीह के बारे में लोगों ने सुना तो नाना प्रकार के रोग से, बीमारियों से पीड़ित लोग उसके पास आए. യേശു തന്റെ പ്രവൃത്തികളാൽ പ്രസിദ്ധനായി. और प्रभु यीशु मसीह अपने क्रियाओं के माध्यम से जो है वहां पे प्रसिद्ध हुए. നല്ല കാര്യം ചെയ്തതുകൊണ്ട് പ്രസിദ്ധനായി എന്നല്ല, अच्छे कामों को करने के कारण वो प्रसिद्ध हुए नहीं. ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്തു പ്രസിദ്ധനായി എന്നല്ല, जो भूखे थे उनको भोजन दिया, इस प्रकार के काम करते हुए प्रसिद्ध हुए नहीं. പണമില്ലാത്തവന് പണം കൊടുത്തു പ്രസിദ്ധനായി എന്നല്ല, जो निर्धन थे उनको पैसे देकर वो प्रसिद्ध हुए करके नहीं. ദുരാത്മാക്കളെ പുറത്താക്കിയും രോഗികളെ സൗഖ്യമാക്കിയും യേശു പ്രസിദ്ധനായി. दुरात्माओं को निकालकर रोगियों को चंगा कर प्रभु यीशु मसीह का नाम विख्यात हुआ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ रचित सुसमाचार उसके 3 अध्याय में हम पढ़ते हैं कि निकोदेमुस नाम का एक व्यक्ति प्रभु यीशु मसीह के पास रात में पहुंचता है. നിക്കോദിമോസ് വന്നു വെച്ച് പറഞ്ഞു, ഗുരു, അങ്ങ് ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണ്, അങ്ങയുടെ പ്രവൃത്തികളാൽ, ഈ അത്ഭുത പ്രവൃത്തികളാൽ ഞങ്ങൾ അത് അറിയുന്നു. निकोदेमुस प्रभु यीशु मसीह से कहते हैं कि तू परमेश्वर की ओर से आया हुआ है, इसलिए इन चिन्हों को तू दिखाता है. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്, യോഹന്നാൻ रचित सुसमाचार उसके 5वें अध्याय में प्रभु यीशु मसीह कहते हैं, പിതാവ് എന്നെ അയച്ചു, എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി പിതാവ് തന്നെ തികയ്ക്കുകയാണ്. पिता ने मुझे भेजा है, पिता मुझ में वास करके पिता की जो इच्छा है वो मेरे द्वारा पूरी होती है. എന്റെ കൈ കൊണ്ട് നിങ്ങൾ ഈ കാണുന്ന പ്രവൃത്തികളൊക്കെയും എന്റെ പിതാവിന്റെ പ്രവൃത്തികളാണ്. मेरे हाथों के द्वारा जो जो क्रियाओं को तुम देखते हो वो पिता के माध्यम से होता है. पिता मेरे द्वारा वो कार्यों को करता है. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്റെ സാക്ഷ്യം. और प्रभु यीशु मसीह यूहन्ना रचित सुसमाचार उसके 10:25 में इस प्रकार कहते हैं कि मैंने तुमसे यह कह दिया है और तुम विश्वास करो, जो काम मैं अपने पिता के नाम से करता हूं वही मेरे गवाह हैं. ഒരു പ്രാവശ്യം കൂടെ യോഹന്നാന്റെ സുവിശേഷം 10:38 യേശു പറഞ്ഞു, പിതാവിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുന്നതിനാൽ നിങ്ങൾ എന്നെ വിശ്വസിപ്പീൻ. और यूहन्ना रचित सुसमाचार उसके 10:38 में प्रभु यीशु मसीह कहते हैं कि चाहे मेरा विश्वास ना भी करो, परंतु उन कामों का तो विश्वास करो, ताकि तुम जानो और समझो कि पिता मुझ में है और मैं पिता में हूं. യോഹന്നാൻ 14-ന്റെ 10-11 വാക്യങ്ങളിൽ യേശു വീണ്ടും വീണ്ടും പറഞ്ഞു, എന്റെ പ്രവൃത്തികൾ നിമിത്തം നിങ്ങൾ എന്നെ വിശ്വസിക്കുക. और प्रभु यीशु मसीह यूहन्ना रचित सुसमाचार उसके 14 में पढ़ते हैं, बताते हैं कि मेरे क्रियाओं के द्वारा, मेरी चीजों को करने के माध्यम से तुम मुझ पे विश्वास करते हो. യേശു ചെയ്തതൊക്കെയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളായി നമ്മൾ പിന്നത്തേതിൽ കാണും. और बाद में हम पढ़ते हैं कि जो जो चीजें प्रभु यीशु मसीह ने किया वो पवित्र आत्मा की वरदानों के बारे के द्वारा किया. ഇവിടെ യോഹന്നാനിൽ നിന്നും യേശുവിലേക്കുള്ള ചേഞ്ച് ഓവർ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. एक और बात मैं बताना चाहता हूं कि किस प्रकार यूहन्ना बपतिस्मा देने वाले से प्रभु यीशु मसीह में जो बदलाव आया है उसको हम पढ़ते हैं. ഒരു പുരോഹിതന്റെ മകനായി ജനിച്ച യോഹന്നാൻ പൗരോഹിത്യ വസ്ത്രങ്ങളും ആചാരങ്ങളും മാറ്റിവെച്ചു. एक पुरोहित के घर में जन्मा यूहन्ना बपतिस्मा देने वाले अपने पिता से भिन्न सेवकाई को अंजाम दिया. കാരണം പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള സീസൺ മാറാൻ പോകുകയാണ്. क्योंकि पुराने नियम से नए नियम का जो समय काल है उसमें एक बदलाव आ रहा है. ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന വ്യക്തിയാണ് യോഹന്നാൻ. और ये पुराने नियम और नए नियम के बीच की जो अंतिम कड़ी है उसको यूहन्ना बपतिस्मा देने वाले ने जोड़ा. പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ. और भविष्यवक्ता और पुराना जो व्यवस्था है वो यूहन्ना बपतिस्मा देने वाले तक. യോഹന്നാൻ വസ്ത്രം മാറി, ആഹാര രീതി മാറി, ശുശ്രൂഷ മാറി, ജോലി ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം മാറി യോർദാനിലേക്ക് ഇറങ്ങി. यूहन्ना बपतिस्मा देने वाले ने अपने पहनावे को बदला, अपने जीवन शैली को बदला, अपने खान पान को बदला, अपनी सेवकाई को बदला, अपने जगह को बदला. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം और കഴിപ്പിക്കുന്നു. उसने कहा कि मैं तुम्हें पानी से बपतिस्मा देता हूं, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, लेकिन मेरे बाद एक व्यक्ति आएगा. അവൻ ദൈവരാജ്യത്തിന്റെ ഉടമസ്ഥനാണ്.
ഉടമസ്ഥനാണ്. और वही परमेश्वर के राज्य का वारिस है ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. और परमेश्वर का राज्य निकट है ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇത് കാണും. और अब तुम उसको देखोगे. ആ യേശുവിനെ കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞത്. और उसने वो गवाही प्रभु यीशु मसीह के बारे में दी. യേശു വന്ന് യോഹന്നാനെ കുറിച്ച് തിരിച്ചൊരു സാക്ഷ്യം और പറഞ്ഞു. दोबारा प्रभु यीशु मसीह यूहन्ना के बारे में क्या गवाही दी. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരുമില്ല. जो स्त्रियों में जन्मे हैं यूहन्ना बपतिस्मा देने वाले से बड़ा और कोई नहीं. ഞാൻ ദൈവരാജ്യം കൊണ്ടുവരികയാണ്. मैं परमेश्वर का राज्य तुम्हारे पास ले आ रहा हूँ. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവനാകും. और जो परमेश्वर के राज्य में जो सबसे छोटा है वो यूहन्ना से बड़ा है. യേശു തുടർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ തെളിയിച്ചു. और उसके बाद प्रभु यीशु मसीह ने अनेक वीर कार्यों को, चिन्हों और चमत्कारों को दिखाते हुए परमेश्वर के राज्य का जो है प्रचार किया. യേശു ഭൂതങ്ങളെ പുറത്താക്കി. प्रभु यीशु मसीह दुरात्माओं को बाहर निकाले. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവാത്മാവിനാലാണ്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. और प्रभु यीशु मसीह कहते हैं कि मैं पवित्र आत्मा के सामर्थ्य से इन दुरात्माओं को निकालता हूं, इसलिए परमेश्वर का राज्य तुम्हारे पास आ पहुंचा है. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ പറഞ്ഞ കാലം പോയി, ഇതാ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. अब जब यूहन्ना बपतिस्मा देने वाले ने जब प्रचार किया कि परमेश्वर का राज्य निकट है, वो समय बीत चुका, क्योंकि प्रभु यीशु मसीह ने प्रचार किया कि तो परमेश्वर का राज्य तुम्हारे पास है. യേശു പരിശുദ്ധാത്മാവിനാൽ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. और पवित्र आत्मा के माध्यम से प्रभु यीशु मसीह ने अपनी सेवकाई को अंजाम देते रहे. ഇത് കണ്ട യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചു. और ये सब देखते हुए जो यहूदी लोग थे उन्होंने प्रभु यीशु मसीह पर विश्वास किया. നിക്കോദിമോസ് വന്ന് യേശുവിനോട് സാക്ഷ്യം പറഞ്ഞു. निकोदेमस प्रभु यीशु मसीह के पास आकर अपनी गवाही रखी. യേശു വീണ്ടും വീണ്ടും ജനത്തെ അക്കാര്യം और ഓർമ്മിപ്പിച്ചു. बार बार प्रभु यीशु मसीह अपने जन को उन्हीं के द्वारा किए गए कार्यों को याद दिलाते रहे. ഇനിയും യേശുവും ശിഷ്യന്മാരും കൂടെ ചേർന്ന് ചെയ്ത പ്രവൃത്തിയിലേക്ക് ഞാൻ കയറട്ടെ. अब मैं प्रभु यीशु मसीह और उनके चेलों के माध्यम से किए गए कार्यों को मैं वहां पे आना चाहता हूं. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. मत्ती रचित सुसमाचार उसके 10वें अध्याय में हम पढ़ते हैं कि प्रभु यीशु मसीह अपने चेलों को भेजते हैं. യേശു 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. प्रभु यीशु मसीह अपने 12 प्रेरितों को अपने पास बुलाते हैं. യേശു അവരോട് പറഞ്ഞു, പോകുവീൻ. യേശു അവരെ പറഞ്ഞയച്ചു. और प्रभु यीशु मसीह उनको आज्ञा देते हैं और बाहर भेजते हैं. ഒന്ന്, നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. पहला, तुम जाओगे तो दुरात्माओं को बाहर निकालो. കേവലം പ്രസംഗിക്കുവാനായിരുന്നെങ്കിൽ പഴയ നിയമത്തിന്റെ ന്യായശാസ്ത്രിമാർ മതിയായിരുന്നു. अगर प्रचार ही करना था तो पुराने नियम के भविष्यवक्ता और शास्त्री लोग ही काफी थे. പക്ഷേ നിങ്ങൾക്ക് ചില അധികാരങ്ങൾ ആവശ്യമാണ്. നിങ്ങൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. लेकिन तुम्हें कुछ अधिकारों का होना जरूरी है. अशुद्ध आत्माओं को तुम बाहर निकालो. രണ്ട്, സകലവിധ രോഗവും വ്യാധിയും നിങ്ങൾ പൊറുപ്പിക്കുക. और दूसरा, अनेक प्रकार के रोगों को, व्याधियों को तुम वहां पे निकालो. ദൈവരാജ്യത്തിന്റെ അധികാരം നിങ്ങൾക്ക് കൈമാറാൻ मैं പോകുകയാണ്. परमेश्वर के राज्य का जो अधिकार है वो तुम्हारे हाथों में सौंपना चाहता हूँ. ഞാൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ദൈവാത്മാവിലാണെന്ന് നിങ്ങൾ കണ്ടു. तुमने देखा कि मैंने जो कामों को किया है वो परमेश्वर की आत्मा के द्वारा किया है. അതേ പ്രവൃത്തി നിങ്ങൾ ചെയ്യുവാൻ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. और वही कामों को अंजाम करने के लिए मैं तुम्हें भेजता हूँ. 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചുവെന്ന് ഘോഷിക്കണം. और प्रभु यीशु मसीह 10:7 में कहते हैं कि तुम चलते चलते यह प्रचार करो कि स्वर्ग का राज्य निकट आ गया है. കേവലം നിങ്ങൾ അത്ഭുതം ചെയ്തു പോരുന്നാൽ പോരാ. और तुम्हारा सिर्फ अद्भुत काम करके वापस आना नहीं होगा. നിങ്ങൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കണം. तुम दुरात्माओं को निकालो. രോഗികളെയും വ്യാധികളെയും സൗഖ്യമാക്കണം. रोगियों को, बीमारों को चंगा करो. പക്ഷേ ദൈവരാജ്യം സമീപിച്ചുവെന്ന് നിങ്ങൾ ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. और तुम साथ ही साथ इसका भी प्रचार करो कि स्वर्ग का राज्य निकट आ गया है. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വരുമ്പോൾ लूका रचित सुसमाचार उसके 9 अध्याय में हम पहुंचेंगे. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ उसके 1 से 3 वाक्य में ഇതേ കാര്യം യേശു ശിഷ്യന്മാരെ പറഞ്ഞേൽപ്പിക്കുന്നത് കാണാം. इसी चीज को हम पाते हैं कि प्रभु यीशु मसीह अपने 12 प्रेरितों को भेजते हैं. ഈ രണ്ട് തിരുവചന ഭാഗങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചാൽ, ये दोनों अगर आयतों को अगर साथ में लेके पढ़ेंगे, ഒന്ന്, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണം. पहला तुम दुरात्माओं को बाहर निकालो. അത് ദൈവരാജ്യത്തിന്റെ ലക്ഷണമാണ്. वो परमेश्वर के राज्य का पहला लक्षण है. രണ്ട്, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. दूसरा, तुम रोगियों को चंगा करो. മൂന്ന്, നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചുവെന്ന് ഘോഷിക്കണം. और तीसरा, तुम परमेश्वर के राज्य के निकट होने का प्रचार करो. 4, നിങ്ങളുടെ ആഹാരത്തിനുള്ളത് ഞാൻ നിങ്ങൾക്ക് തരും, അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. और इसलिए जो भोजन सामग्री है वो मैं तुम्हें दूंगा और तुम उसको अपने साथ लेके चलना. എന്തുടുക്കുമെന്നും എന്ത് കഴിക്കുമെന്നും നിങ്ങൾ ചിന്തിക്കണ്ട. क्या पहनना है, क्या खाना है, उसके बारे में तुम चिंता मत എന്റെ करना. രാജ്യത്തിന്റെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വേലക്കാരൻ എന്റെ കൂലിക്ക് യോഗ്യനാണ്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. मेरे राज्य का अगर तुम काम कर रहे हो तो जो मजदूर है वो अपना प्रतिफल पाने के योग्य है.
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ लूका रचित सुसमाचार उसके 9वें अध्याय के 6 से नीचे की आयतों को अगर हम पढ़ेंगे, യേശുവിന്റെ 12 ശിഷ്യന്മാർ പോയി ഈ പ്രവർത്തികൾ ചെയ്തു. और प्रभु यीशु मसीह के चेले वहां पहुंचकर इन सारी चीजों को अंजाम दिए. അവർ ഭൂതങ്ങളെ പുറത്താക്കി, उन्होंने दुरात्माओं को बाहर निकाला, രോഗികളെ സൗഖ്യമാക്കി, रोगियों को चंगा किया, ദൈവരാജ്യം സമീപിച്ചു എന്ന് ഘോഷിച്ചു. परमेश्वर के राज्य के निकट होने का प्रचार किया. അവർ കൈവച്ചും എണ്ണ പൂശിയും രോഗികളെ സൗഖ്യമാക്കിയെന്ന് തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണാം. परमेश्वर के वचन में हम पाते हैं कि उन्होंने वह हाथ रखकर तेल लगाकर वो रोगियों को चंगा किए. ദൈവരാജ്യം അതിന്റെ ശക്തിയിൽ മുന്നേറുന്നത് ജനം കണ്ടു. और लोगों ने यह देखा कि परमेश्वर का राज्य अपनी तीव्रता से उनके मध्य में वास होने കണ്ട लगा. ജനം അത്ഭുതപ്പെട്ടു. और जो लोग देखे हैं वो सब अद्भुत होने लगे. ഹേരോദാവ് രാജാവിന്റെ അടുക്കൽ വരെ വിവരമെത്തി. और जो हेरोदास जो राजा था उसके समीप भी जो है ये उसका संदेश पहुंचा. ഹേരോദാവ് രാജാവ് ഭയപ്പെട്ടു. और हेरोदास जो राजा है वो भयभीत हो गया. അദ്ദേഹം പറഞ്ഞു, ഞാൻ യോഹന്ന സ്നാപകനെ ശിരച്ഛേദം ചെയ്തിരുന്നു. और उसने बोला था कि मैंने यूहन्ना बपतिस्मा देने वाले का सर कटवाया है. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീര്യപ്രവൃത്തികൾ അല്ലെങ്കിൽ എങ്ങനെ നടക്കും? मुझे लगता है कि यूहन्ना बपतिस्मा देने वाला मरे हुए में से जी उठा है, नहीं तो ये वीर कार्य को कैसे होगा? ഈ ശിഷ്യന്മാരെല്ലാവരും ദൈവരാജ്യത്തെയാണ് പ്രസംഗിച്ചത്. और ये सारे प्रेरित लोगों ने परमेश्वर के राज्य की घोषणा की. അവർ പറഞ്ഞു കാണും, ദൈവരാജ്യത്തിന്റെ രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്. और उन्होंने कहा होगा कि परमेश्वर के राज्य का जो राजकुमार है वो आ चुका है. അതാണ് നസ്രയനാകുന്ന യേശു. और वो ही है यीशु नासरी. ജനം യേശുവിനെ കാണുവാൻ ഓടിക്കൂടി. और लोग जो है प्रभु यीशु से मिलने के लिए इकट्ठा होने लगे. ഈ 12 അപ്പോസ്തലന്മാരുടെ വചനം കേട്ടുകൊണ്ട് ഓടി വന്നവരുടെ എണ്ണം 5000 കുടുംബങ്ങളായിരുന്നു. और ये जो 12 प्रेरितों के वचन को सुनकर प्रभु यीशु मसीह के नजदीक आने वाले लोगों की संख्या 5000 से भी बड़ी थी. 5000-ഓളം കുടുംബങ്ങൾ യേശുവിന്റെ അടുക്കൽ ഓടിക്കൂടുവാൻ തക്കവണ്ണം ഈ 12 ശിഷ്യന്മാർ ദൈവരാജ്യത്തെ വഹിച്ചുകൊണ്ട് നടന്നു. 5000 परिवारों को एक साथ प्रभु यीशु मसीह के नजदीक आने वाली की जो प्रेरणा प्रेरितों के प्रचार के माध्यम से हुई. അവർ വൈകുന്നേരം വരെ യേശുവിന്റെ കൂടെ ഇരുന്നു. और वे शाम तक प्रभु यीशु मसीह के साथ रहे. വൈകുന്നേരമായപ്പോൾ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ആ 5000 കുടുംബങ്ങളെ പോഷിപ്പിച്ചു. और प्रभु यीशु मसीह सांझ के समय उन 5000 लोगों को 5 रोटी और 2 मछलियों को जो है देकर उनको तृप्त किए. യേശുവിന്റെ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് യേശു ദൈവരാജ്യത്തിന്റെ അധികാരങ്ങൾ കൈമാറി. प्रभु यीशु मसीह ने अपने प्रेरितों के चेलों के हाथों में परमेश्वर के राज्य के अधिकार को सौंपा. നമ്മൾ ആ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവരല്ല. हम जो है उन 12 चेलों के श्रेणी में आने वाले नहीं हैं. ഇവിടെ മറക്കരുത്, 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ ഇസ്കരിയാത്ത യൂദ ആയിരുന്നു. अब ये मत भूलिएगा उन 12 में से एक जो था वो यहूदा इस्करियोता भी था. യേശു അവന് സകല ഗുണവും ചെയ്തെങ്കിലും അവൻ ഒടുവിൽ യേശുവിനെ ഒറ്റിക്കളഞ്ഞു. प्रभु यीशु मसीह उसके लिए सारे अच्छे कामों को किए, लेकिन आखिर में उसने प्रभु यीशु मसीह को धोखे से पकड़वाया. ദൈവരാജ്യത്തിന്റെ അധികാരവും അവകാശവും അവൻ വല്ലാതെ നഷ്ടമാക്കി. और उसने परमेश्वर के राज्य का जो अधिकार था उसको नष्ट किया. ഓൾറൈറ്റ്, ഈ 12 പേരെ യേശു പറഞ്ഞയച്ചു. ठीक है, कोई बात नहीं, लेकिन 12 लोगों को प्रभु यीशु मसीह ने भेजा. നിർത്തിയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ लेकिन वहां खत्म नहीं हुआ. लूका रचित सुसमाचार उसके 10 के 1 में पहले आयत में हम पढ़ेंगे. യേശു വേറെ ഒരു 70 പേരെ പറഞ്ഞയച്ചു. बाद में प्रभु यीशु मसीह 70 लोगों को भेजे. അവർ ഈ 12 അപ്പോസ്തലന്മാരെ പോലെ പ്രസിദ്ധരല്ല. वो 12 प्रेरितों के समान प्रसिद्ध नहीं हैं. കേവലം സാധാരണക്കാരായവർ, वो एक साधारण लोग हैं, എന്നെയും നിങ്ങളെയും പോലെയുള്ളവർ. हमारे और आपके जैसे लोग. ഒരു 70 പേരെ യേശു തിരഞ്ഞെടുത്തു. एक 70 लोगों को प्रभु यीशु मसीह ने चुना. ഈ വേദപുസ്തകത്തിന്റെ എഴുത്തിന്റെ ഒരു ശൈലിയുള്ളത് ഞാൻ എടുത്തു പറയട്ടെ. मैं यहाँ पे परमेश्वर के वचन की जो शैली है उसको मैं उठा के बताना चाहता हूँ. കഴിവുള്ളവരും വലിപ്പമുള്ളവരും പ്രയോജനപ്പെടുന്നവരുമായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അപ്പന്റെ പേര്, കുലം, കുടുംബം ഏതൊക്കെ എടുത്തു പറയും. जब भी कोई नामी सुनाम व्यक्ति या प्रसिद्ध व्यक्ति के बारे में अगर वचन में अगर लिखा जाता है तो उसका चरित्र, उसके बाप दादे, उसके पुरखाओं के बारे में नाम लिखित लिखा जाता है. പക്ഷെ വെറും സാധാരണക്കാരായിരുന്നു 70 പേർ. അവരുടെ അപ്പന്മാരുടെ പേരുമില്ല, കുടുംബ പേരുമില്ല. लेकिन यहाँ पे जो 70 लोगों के बारे में हम पढ़ते हैं वे साधारण लोग थे. उनके पिता के बारे में, उनके बाप दादों के बारे में हम नहीं पढ़ते हैं. നമ്മെ പോലെയുള്ള 70 പേർ, हमारे समान 70 लोग. ആ 70 പേരെ പറഞ്ഞയച്ചു. और वो 70 लोगों को प्रभु यीशु मसीह ने भेजा. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. लूका रचित सुसमाचार उसके 10 के 17 में हम पढ़ते हैं कि वो 70 लोग आनंद से वापस लौटे. അവർ വന്ന് സന്തോഷത്തോടെ പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. और वही जो है उत्साह के साथ यह कहते हैं कि तेरे नाम से दुष्ट आत्मा भी हमारे वश में है. യേശുവേ, പഴയ നിയമത്തിൽ എങ്ങും ഭൂതങ്ങൾ കീഴടങ്ങിയിരുന്നില്ല. प्रभु यीशु मसीह पुराने नियम में तो दुरात्मा वश में होने का हम कहीं पढ़ते ही ഇത് नहीं है. ദൈവരാജ്യത്തിന്റെ ക്രിയയാണ്. ये परमेश्वर के राज्य की क्रिया है, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു. क्योंकि दुरात्मा हमारे वश में आती है. യേശു പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുക. इसलिए तुम, प्रभु यीशु मसीह कहते हैं कि तुम भी आनंद करो, നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിക്കുക. क्योंकि तुम्हारा नाम जो स्वर्ग में लिखा गया है उस
कारण से तुम आनंद रखो। അങ്ങനെ യോഹന്നാനിൽ നിന്ന് യേശുവിലേക്ക് കാലം മാറി. इस प्रकार यूहन्ना बपतिस्मा देने वाले से प्रभु यीशु मसीह का समय काल वहां पे हम पाते हैं। യേശു ദൈവരാജ്യത്തിന്റെ ലക്ഷണങ്ങൾ നിവർത്തിച്ചു കാണിച്ചു. प्रभु यीशु मसीह स्वर्ग के राज्य के लक्षणों को पूरा करते हुए हम पढ़ते യേശു हैं। തന്റെ 12 ശിഷ്യന്മാരെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അയച്ചു. प्रभु यीशु मसीह जो है 12 चेलों को अपने कार्यों को अंजाम देने के लिए भेजे। അവർ വിജയപ്രദമായി അത് ചെയ്തു. वो विजय के साथ वापस आए। യേശു വേറൊരു 70 പേരെ പറഞ്ഞയച്ചു. उसके बाद प्रभु यीशु मसीह फिर 70 लोगों को भेजे। അവരും വിജയപ്രദമായി ചെയ്തു. वे भी विजय के साथ उसको पूरा किए। അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടരാൻ പോകുക കൃപാവരങ്ങളും അവയുടെ ഉപയോഗവും. अगले क्लास में हम जो है आगे बढ़ेंगे कि किस प्रकार वरदानों और उसका उपयोग हम करें। ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. यहाँ पे जब हम इस अध्ययन का विराम देंगे तो एक बार याद ഞാനും दिलाता हूं। നിങ്ങളും സാധാരണക്കാരുടെ കൂട്ടത്തിലാണ്. ദൈവരാജ്യം കൊണ്ടു നടന്ന് സ്ഥാപിക്കുവാൻ യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. हम और आप जो है उन 70 लोग साधारण लोगों में गिने जाते हैं जो परमेश्वर के राज्य के निकट होने का प्रचार करते हैं। അടുത്ത ക്ലാസ്സിൽ ബാക്കി ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. आगे वाले क्लासेस में हम बाकी को सीखेंगे। परमेश्वर की सानिध्य आपके साथ बनी കണ്ണുകളടയ്ക്കാൻ रहे। നമുക്ക് പ്രാർത്ഥിക്കാം. आंखों को बंद करके प्रार्थना करें। യേശുവേ, ഞങ്ങൾ തൃപ്പാദത്തിലേക്ക് അടുത്തു വന്ന് അങ്ങയെ വീണ്ടും സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു. प्रभु जी, हम आपके चरण में आके आते हैं और एक और बार आपका नाम की महिमा करते हैं। തിരുവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. आपके वचन को सीखने में और उसको मनन करने में जो आपने अवसर प्रदान किया इसके लिए धन्यवाद। അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ അങ്ങ് ഉയർത്തിയാലും आपके महिमा भरे नाम को हम ऊंचे में उठाते हैं അത് पिता। യേശുവിൻ നാമത്തിൽ തന്നെ. वो प्रभु यीशु मसीह के नाम से ആമേൻ. आमीन।